രാഹുലും നേഹയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഞാൻ അറിയുന്നതുവരെ എനിക്ക് നേഹ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയായിരുന്നു. ഒരു അവിഹിതത്തെ ബന്ധമെന്ന് പറഞ്ഞ് ഞാനതിനെ ഗ്ലോറിഫൈ ചെയ്യുകയല്ല. പക്ഷേ എനിക്ക് ആ വാക്ക് ഉപയോഗിക്കാൻ തന്നെ മടിയാണ്. ഒന്നോർത്താൽ ഓരോ സൗഹൃദത്തിൻ്റെ പിന്നിലും ഓരോ കാരണങ്ങൾ ഉണ്ടാകും. ചില സൗഹൃദങ്ങൾ ആ കാരണങ്ങൾ നിലനിൽക്കുന്നതുവരെ മാത്രമേ ഉണ്ടാകൂ. കാരണങ്ങൾ അവസാനിക്കുമ്പോൾ ആളുകൾ അകന്നു പോകും. എന്നാൽ ഒരു കാരണത്തിനപ്പുറം പരസ്പര വിശ്വാസവും സ്നേഹവും മനസ്സിലാക്കലും ഉള്ള സൗഹൃദങ്ങൾ കാലം എത്ര കഴിഞ്ഞാലും നിലനിൽക്കും. എന്നാൽ അങ്ങനെയുള്ള സൗഹൃദങ്ങൾ വളരെ അപൂർവമായി മാത്രമേ ഉണ്ടാവൂ. ഞാനും നേഹയും തമ്മിലുള്ളതും അത്തരം ഒരു സൗഹൃദമാണ് എന്നാണ് ഞാൻ കരുതിയിരുന്നത്. ഒരു അസാധാരണ സൗഹൃദം. കുട്ടിക്കാലം തൊട്ടുള്ള ഒരുമ, ഒരേ നാട്ടിൽ വളർന്നു, ഒരേ സ്കൂളിലും കോളേജിലും പഠിച്ചു. എൻ്റെ എല്ലാ കാര്യങ്ങളും നേഹക്കറിയാമായിരുന്നു. എൻ്റെ സന്തോഷങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പേടികളും, എന്തിന് ഞാൻ മറച്ചു വെക്കാൻ ശ്രമിച്ച എൻ്റെ സങ്കടങ്ങൾ പോലും അവൾ തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ ഓരോ കാര്യവും എന്നെ ആഴത്തിൽ സ്പർശിക്കുന്നതായിരുന്നു. എനിക്കും അവളെക്കുറിച്ച് എല്ലാം അറിയാമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ പിന്നീടാണ് സത്യം ഞാൻ മനസ്സിലാക്കിയത്. ചതി ഞാൻ മനസ്സിലാക്കിയപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. ചതി അതൊരിക്കലും നമുക്ക് ശത്രുക്കളിൽ നിന്നാവില്ല. അത് എപ്പോഴും നമ്മുടെ നിഴൽ പോലെ കൂടെ നടന്നുകൊണ്ട് സ്നേഹം അഭിനയിക്കുന്നവരിൽ നിന്നാണ് വരുന്നത്. നമ്മളെ വേദനിപ്പിക്കാനും നമ്മളെ ചതിക്കാനും നമ്മുടെ സന്തോഷം കവർന്നെടുക്കാനും നമ്മുടെ സ്വന്തം ആളുകൾക്ക് മാത്രമാണ്. കാരണം അവരെയാണല്ലോ നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കുന്നത്. ചിലരെ വിശ്വസിക്കാൻ നമ്മൾ ആത്മാർത്ഥമായി ശ്രമിക്കും. എന്നാൽ നമ്മുടെ വിശ്വാസത്തിന് അവർ അർഹരല്ലെന്ന് ഒടുവിൽ അവർ തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തും. ആ തിരിച്ചറിവ് ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചറിവായിരിക്കും. പക്ഷേ ആ തിരിച്ചറിവ് പലപ്പോഴും വൈകിയേ നമുക്ക് ഉണ്ടാവാറുള്ളൂ. അപ്പോഴേക്കും നഷ്ടപ്പെടാനുള്ളത് നഷ്ടപ്പെട്ടിരിക്കും. ചില മുറിവുകൾ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ബാക്കിയാവുന്നത് ഓർമ്മകളും വിശ്വാസം തകർന്നതിൻ്റെ നിശബ്ദ വേദനയും മാത്രം. നേഹ, അവൾ എന്നിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തയായിരുന്നു. അവൾ വളരെ സ്മാർട്ടായിരുന്നു. ആരെയും ആകർഷിക്കുന്ന സംസാരം അവൾക്കുണ്ടായിരുന്നു. ആത്മവിശ്വാസത്തോടെ ലോകത്തെ നേരിടാൻ അവൾക്കറിയാമായിരുന്നു. ഞാൻ പക്ഷേ അതിൻ്റെ നേർവിപരീതം. ഒരു ഇൻട്രോവേർട്ട്. പുസ്തകങ്ങളുടെയും സ്വപ്നങ്ങളുടെയും ലോകത്ത് ഒതുങ്ങി ജീവിക്കാൻ ഇഷ്ടപ്പെട്ട ഒരാൾ. അവൾ പാർട്ടികളിലും ആഘോഷങ്ങളിലും തിളങ്ങി നിന്നപ്പോൾ ഞാൻ ആൾക്കൂട്ടങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ ഇഷ്ടപ്പെട്ടു. അവൾക്ക് പുതിയ ആളുകളെ പരിചയപ്പെടാൻ, അവരെ സുഹൃത്തുക്കളാക്കാൻ ഇഷ്ടമായിരുന്നുവെങ്കിൽ എനിക്ക് പരിചിതരായ കുറച്ച് പേരോടൊപ്പം സമയം ചെലവഴിക്കുന്നതായിരുന്നു കൂടുതൽ ഇഷ്ടം. ഇത്രയധികം വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നിട്ടും അതൊന്നും ഞങ്ങളുടെ സൗഹൃദത്തെ ഒരിക്കലും ബാധിച്ചില്ല. മറിച്ച് ഒരാൾ മറ്റൊരാളുടെ കുറവുകൾ നികത്തുമായിരുന്നു. വ്യത്യസ്തരായിരുന്നെങ്കിലും പരസ്പരം പൂർണ്ണമാക്കുന്ന രണ്ട് വ്യക്തികളായിരുന്നു ഞങ്ങൾ. കോളേജ് പഠനം കഴിഞ്ഞപ്പോൾ നേഹയ്ക്ക് ഡൽഹിയിലെ ഒരു മാർക്കറ്റിംഗ് കമ്പനിയിൽ ജോലി കിട്ടി. എങ്കിലും ഞങ്ങളുടെ സൗഹൃദത്തിന് ഒരു കുറവും വന്നില്ല. തുടക്കത്തിൽ ദിവസവും ഒരു ഫോൺ കോൾ അത് നിർബന്ധമായിരുന്നു. ജോലിയുടെ തിരക്കുകൾ കാരണം അവളുടെ ഫോൺ കോളുകൾ തീരെയില്ലാതായി. ഞാൻ വിളിച്ചാൽ പോലും അവൾക്ക് സംസാരിക്കാൻ സമയം കിട്ടിയിരുന്നില്ല. രാഹുലിനെ കണ്ടുമുട്ടിയതിൽ പിന്നെ എൻ്റെ ലോകം രാഹുലിൽ മാത്രം ഒതുങ്ങി. ഞാനും അവളെ വിളിക്കാതെയായി.
എങ്കിലും ഞങ്ങളുടെ സൗഹൃദം ഒരു കോട്ടവും തട്ടാതെ അവിടെ തന്നെ ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതിയത്. നാട്യവും നാടകങ്ങളും മനസ്സിലാകാതെ പോകുന്നത് ബുദ്ധിശൂന്യത കൊണ്ടല്ല, മറിച്ച് ഇഷ്ടക്കൂടുതൽ കൊണ്ടാണ്. ആ ഇഷ്ടക്കൂടുതലിനെ സ്വാർത്ഥികൾ മുതലെടുക്കുന്നു എന്ന് മാത്രം. എൻ്റെ വിവാഹകാര്യം ഞാൻ ആദ്യം പറഞ്ഞത് നേഹയോടായിരുന്നു. അത് കേട്ടപ്പോൾ അവൾക്ക് ആദ്യം നല്ല പരിഭവമായി. ഇത്രയും വലിയ കാര്യം അവളോട് പറയാതെ എങ്ങനെ മറച്ചുവെച്ചോ എന്ന് പറഞ്ഞ് അവൾ എന്നോട് പിണങ്ങി. പക്ഷേ എനിക്കറിയാമായിരുന്നു നേഹയ്ക്ക് അധിക നേരം എന്നോട് പിണങ്ങിയിരിക്കാൻ കഴിയില്ലെന്ന്. പരിഭവം മാറിയതോടെ അവൾ ഒറ്റ ശ്വാസത്തിൽ ചോദ്യങ്ങളുടെ ഒരു പെരുമഴ തന്നെ പെയ്യിച്ചു. ചെറുക്കൻ്റെ വീട് എവിടെയാണ്? വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്താണ് ജോലി? നിങ്ങൾ എപ്പോൾ കണ്ടുമുട്ടി? എത്ര കാലം ഡേറ്റ് ചെയ്തു? ആദ്യം പ്രപ്പോസ് ചെയ്തത് ആരാണ്? അങ്ങനെ എണ്ണമറ്റ ചോദ്യങ്ങൾ. ഞാൻ അവൾക്ക് എല്ലാത്തിനും വിശദമായി തന്നെ മറുപടി നൽകി. അവസാനം ഞാൻ പറഞ്ഞു, നേഹ, നീ വിവാഹത്തിന് തീർച്ചയായും വരണം കേട്ടോ. അത് കേട്ട് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ റിയയുടെ വിവാഹത്തിന് ഞാൻ വരാതിരിക്കുകയോ? ഇംപോസിബിൾ. വിവാഹത്തിൻ്റെ ഒരാഴ്ച മുന്നേ ഞാൻ വന്നിരിക്കും. സംഗീത്, മെഹന്തി, ഷോപ്പിംഗ് എല്ലാത്തിനും ഞാൻ നിൻ്റെ ഒപ്പമുണ്ടാവും. പറഞ്ഞതുപോലെ തന്നെ നേഹ വിവാഹത്തിന് ഒരാഴ്ച മുമ്പെത്തി. വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ഞങ്ങൾ നേരിൽ കാണുന്നത്. അവളെ കണ്ടതും ഞാൻ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. ആ ആലിംഗനത്തിൽ വർഷങ്ങളായുള്ള അകലം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായതുപോലെ എനിക്ക് തോന്നി. പിന്നെ വീടെത്തും വരെ ഞങ്ങൾ നിർത്താതെ സംസാരിച്ചു. വിശേഷങ്ങളുടെ ഒരു പ്രളയമായിരുന്നു. കോളേജ് ഓർമ്മകൾ മുതൽ പുതിയ ജീവിതത്തിലെ അനുഭവങ്ങൾ വരെ എല്ലാം ഒരു തിരമാല പോലെ ഇരമ്പി വന്നു. പറഞ്ഞു തീരാത്ത കഥകൾ ഇനിയും ബാക്കിയാണെന്ന പോലെ. എൻ്റെ പപ്പയ്ക്കും മമ്മിക്കും നേഹ മകളെ പോലെ തന്നെ ആയിരുന്നു. അനിയൻ രോഹിത് ആകട്ടെ അവളുടെ ഒരു ഫാൻ ആണെന്ന് തന്നെ പറയാം. നേഹ ചേച്ചി, നേഹ ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് എപ്പോഴും അവളുടെ പിന്നാലെ നടക്കും. എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം ഗിഫ്റ്റുകൾ കൊണ്ടുവന്നിരുന്നു നേഹ. വൈകുന്നേരമായപ്പോൾ രാഹുൽ വന്നു. ഞാൻ കിച്ചണിലായിരുന്നു. മമ്മിയാണ് ഡോർ തുറന്നത്. ശബ്ദം കേട്ട് ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ കണ്ടത് നേഹ രാഹുലിനെ ഇമവെട്ടാതെ നോക്കി നിൽക്കുന്നതാണ്. രാഹുലും അവളെ നോക്കി നിൽക്കുന്നു. എന്തോ ഒരു മിന്നൽ പിണർ പോലെ എൻ്റെ ഉള്ളിൽ കടന്നുപോയി. എന്നാൽ അടുത്ത നിമിഷം അത് ഇല്ലാതെയായി. രാഹുൽ, ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് നേഹ, ഞാൻ പറഞ്ഞു. എപ്പോഴും ഞാൻ പറയാറില്ലേ? നേഹ പെട്ടെന്ന് രാഹുലിന് കൈകൊടുത്തുകൊണ്ട് സ്വയം പരിചയപ്പെടുത്തി. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും ഇരുന്ന് സംസാരിച്ചു. ആദ്യമായി കാണുന്നവരാണെന്ന് തോന്നാത്ത വിധം ചിരപരിചിതരായ സുഹൃത്തുക്കളെ പോലെയായിരുന്നു രാഹുലും നേഹയും സംസാരിച്ചത്. എനിക്കത് കണ്ടപ്പോൾ സന്തോഷം തോന്നി. എൻ്റെ ഭർത്താവാകാൻ പോകുന്ന ആളും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും ഇത്രയും നന്നായി ഒത്തുപോകുന്നുണ്ടല്ലോ എന്ന്. അന്ന് അങ്ങനെ മാത്രമാണ് ഞാൻ ചിന്തിച്ചത്. ചിലപ്പോൾ എന്തോ മോശം സംഭവിക്കാൻ പോകുന്നുവെന്ന് നമ്മുടെ മനസ്സ് പലവട്ടം നമുക്ക് മുന്നറിയിപ്പ് നൽകും. പക്ഷേ നമ്മളതിനെ ഇഗ്നോർ ചെയ്യും. നിങ്ങൾ അങ്ങനെ ഇഗ്നോർ ചെയ്തിട്ടുണ്ടോ? ഞാൻ അങ്ങനെ ചെയ്തു. എൻ്റെ മനസ്സ് പറഞ്ഞത് ഞാൻ കേട്ടില്ല. അതിൻ്റെ ഫലം ഞാൻ അനുഭവിക്കുകയും ചെയ്തു.